സന്ധ്യാവന്ദനത്തെക്കുറിച്ച് വേദം എന്തു പറയുന്നു എന്ന് നോക്കാം. തൈത്തിരീയ ആരണ്യ ശ്രുതി 2-ാം പ്രപാഠകം 2-ാം അനുവാകം പറയുന്നു. രക്ഷാംസിഹവാ പുരോനുവാകേ തപോഗ്രമധിഷ്ഠന്താ താം പ്രജാപതിർവരേണോ പാമന്ത്രയതാ. പൂർവകാലത്തിൽ രാക്ഷസന്മാർ തപസ്സനുഷ്ഠിച്ച് ബ്രഹ്മാവിൽ നിന്നും വരം ചോദിച്ചു. ആദിത്യനെ യുദ്ധത്തിനായി ലഭിക്കണം. താനി വൃണീതാദിത്യോ നോ യോദ്ധാ ഇതി. അപ്രകാരം പ്രജാപതി വരം നൽകി. താം പ്രജാപതിരബ്രവീദ്യോദയധ്വമിതി. തസ്മാദുത്തിഷ്ഠന്തൗ ഹവാതാനി രക്ഷാംസ്യാദിത്യം യോധയന്തി. ഉദയകാലമായാൽ അപ്രകാരം ആദിത്യനുമായി രാക്ഷസന്മാർ യുദ്ധം തുടങ്ങി. യാവതസ്തമന്വഗാതാനി ഹവാ ഏതാനി രക്ഷാംസി ഗായത്രിയാ അഭിമന്ത്രിതേനാംഭസാശ്യാമ്യന്തി. രക്ഷസുകളുടെ ആക്രമണത്തെ ശമിപ്പിക്കുന്നതിന് ഗായത്രി മന്ത്രം കൊണ്ട് ആകാശത്തിൽ ജലം അർപ്പിക്കേണ്ടി വന്നു. തദുഹവാ ഏതേ ബ്രഹ്മവാദിനാ പൂർവാഭിമുഖാ സന്ധ്യായാം ഗായത്രിയാ അഭിമന്ത്രിതാ ആവ ഊർധ്വം വിക്ഷിപന്തി. ത ഏതാ ആവോ വജ്രീഭൂത്വാ താനി രക്ഷാംസി അന്തേഹാരുണേ ദീപേ പ്രക്ഷിപന്തി. കിഴക്ക് ദിക്കിന് അഭിമുഖമായി ബ്രഹ്മവാദിനികൾ വേദവക്താക്കൾ ജലം ഊർധ്വദിശയിൽ ആകാശത്തേക്ക് വിക്ഷേപിച്ചു. ആ ജലം ഭൂമിയിൽ പതിച്ചപ്പോൾ അവരുടെ കയ്യിൽ വജ്രായുധമായി. ആ ആയുധം രാക്ഷസന്മാർക്കെതിരെ ആദിത്യൻ്റെ രക്ഷയ്ക്കായി ഉപയോഗിച്ചു. മന്ദേഹന്മാർ എന്ന രാക്ഷസർ അരുണദ്വീപിൽ അകറ്റപ്പെട്ടു. യത് പ്രദക്ഷിണം പ്രക്രമന്തി തേന പാപ്മാനമവധൂന്വന്തി. ആത്മപ്രദക്ഷിണത്തിലൂടെ അവർ അർഘ്യത്താൽ സൂര്യരശ്മി തടഞ്ഞ പാപം മാറ്റാനായി അപ്രകാരം ആത്മപ്രദക്ഷിണം നടത്തി. ഉദ്യന്തമസ്തം യന്തമാദിത്യമഭിധ്യായൻ കുർവൻ ബ്രാഹ്മണോ വിദ്വാൻ സകലം ഭദ്രമശ്നുതേ സവാദിത്യോ ബ്രഹ്മേതി. അപ്രകാരം പ്രവർത്തിച്ച് ആത്മപ്രദക്ഷിണത്തിലൂടെ വിദ്വാൻമാരായ ബ്രാഹ്മണർ ശ്രേയസിനെ പ്രാപിച്ചു. ബ്രഹ്മൈവ സൻ ബ്രഹ്മാണ്യേതി യ ഏവം വേദ. ഇപ്രകാരം ബ്രഹ്മജ്ഞാനം ബ്രാഹ്മണർ നേടിയെന്ന് സന്ധ്യാവന്ദനത്തിലൂടെ ഇപ്രകാരം നേടിയെന്ന് വേദം പറയുന്നു.